ഹലോ, വെൽക്കം ടു അഷീസ് ക്ലാസ് റൂം. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം. അതിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഹൈഡ്രോ കാർബൺസ് വിച്ച് മീൻസ് ദ കോമ്പൗണ്ട്സ് മേ ബി കൺസിഡർ അബൌട്ട് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ കാർബണിനെയും ആണ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ കാർബണിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് C ആണ്, ക്യാപിറ്റൽ ലെറ്റർ C. ദെൻ ആറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ ഈസ് 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2, 4. ഓക്കെ, so the valency is 4. We know that for the completion of octet rule, outermost shell contain 8 electrons. 8 electrons ആണ് ഒരു കംപ്ലീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ സോ ഇവിടെ എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എത്ര ഹൈഡ്രജന് കമ്പൈൻ ചെയ്യാൻ പറ്റും ഒരു കാർബണിൽ? 4 ഇലക്ട്രോണിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിന് 4 ഹൈഡ്രജനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കഴിവാണ് ഉള്ളത്. ദെൻ നമ്മുടെ ഹൈഡ്രോ കാർബൺസ് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, then unsaturated compounds, which means double bond and triple bond. So double bond is called alkene and triple bond is called alkyne. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നേരത്തിൽ. ഓക്കെ, then single bond alkane, ame. Okay, and the general formula CnH2n plus 2 for alkane. Then alkene CnH2n, and for alkyne triple bond CnH2n minus 2. Okay, these are the main things. And for one carbon we accommodate 4 hydrogen നമ്മൾ പറഞ്ഞു. അതിനെയാണ് മീഥെയിൻ എന്ന് പറയും. അപ്പോൾ 2 കാർബൺ ആണെങ്കിൽ ഈഥെയിൻ, ദെൻ പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. സോ ഇത് നമ്മൾ ലേൺ ചെയ്യണമെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒറ്റ കാർബൺ മാത്രമാണെങ്കിൽ ഓൺലി ഫോർ സിംഗിൾ കാർബൺ വി കാൻ കോൾഡ് നെറ്റ്, അതാണ് വേർഡ് റൂട്ട്. ദെൻ C2 എത്ത്, C3 പ്രൊപ്പ്, C4 ബ്യൂട്ട്, ആൻഡ് C5 പെൻറ്റ്, C6 ഹെക്സ്, C7 ഹെപ്റ്റ്, C8 ഒക്റ്റ്, C9 നൾ, C10 ഡെക്ക്. ഓക്കെ, ദീസ് ആർ ദ വേർഡ് റൂട്ട്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഹൈഡ്രോ കാർബൺസ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റിൽ ഹൗ മെനി കാർബൺ ആറ്റം ആർ ദർ ഇൻ ദ ചെയിൻ. ആ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ഹൗ മെനി കാർബൺ ആറ്റം. ഓക്കെ, വി ക്യാൻ കൗണ്ട് എത്ര ആണോ കാർബൺ ആറ്റം ഉള്ളത് അതിൻ്റെ ടോട്ടൽ നമ്പറാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് 5 കാർബൺ ആറ്റമാണ് നമുക്ക് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ. അപ്പോൾ വേർഡ് റൂട്ട് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 ആണെങ്കിൽ മൊത്ത്, 2 എത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, ദെൻ 5 പെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ വേർഡ് റൂട്ട് എന്താണ്? വാട്ട് ഈസ് ദ വേർഡ് റൂട്ട്? യെസ്, പെൻറ്റ്. ദെൻ IUPAC നെയിം, ഇറ്റ്സ് സിമ്പിൾ പെൻറ്റെയിൻ. എങ്ങനെയാണ് പെൻറ്റെയിൻ വന്നത് ലാസ്റ്റ്? യെസ്, ഇത് സിംഗിൾ ബോണ്ട് മാത്രമായതുകൊണ്ട് സോ വി ക്യാൻ ആഡ് എയിൻ. Okay, then question is the one more question, and what is the molecular formula of these 2 compounds? Same number of carbon and same number of hydrogen, so C5H12. നമുക്ക് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കാർബണും 12 ഹൈഡ്രജനുമാണ് ഈ കോമ്പൗണ്ട്സിലൊക്കെ ലഭിക്കുന്നത്. ഓക്കെ, then another question, how do they differ in the structure of the carbon chain? The difference എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് സെക്കൻഡ് ഈസ് ബ്രാഞ്ച്ഡ് ചെയിൻ. ഓക്കെ, ദെൻ ദർ ഈസ് എ ബ്രാഞ്ച്ഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ഹൈഡ്രോ കാർബൺസ് ബ്രാഞ്ച്ഡ്
hydrocarbons is there. First one is there is a main chain and a branch. Second structure also there is a main chain and a branch, but the straight line is different അല്ലേ. ഫസ്റ്റിൽ നിന്നുള്ള സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ രണ്ടാമത്തെ ഹൈഡ്രോകാർബണിൽ. അതുപോലെ പേജ് നമ്പർ 9 ലുക്ക് അറ്റ് ദാറ്റ്. 2 ടൈപ്പായിട്ട് നമുക്ക് നമ്പറിങ് ചെയ്യാൻ പറ്റും. പക്ഷേ IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി പ്രകാരമാണ് നമ്മൾ നെയിമിങ് കൊടുക്കുന്നത്, ഹൈഡ്രോകാർബൺസിനൊക്കെ നെയിം കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മെയിൻ തിങ്സ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം ബ്രാഞ്ചിന് ലഭിക്കേണ്ടത്. ഓക്കെ, ചെയിൻ കൺസിഡർ ചെയ്തത് ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിനും ബ്രാഞ്ചിന് കിട്ടേണ്ടത് ഏറ്റവും ലോവസ്റ്റ് ബ്രാഞ്ചും ആയിരിക്കണം നമ്പർ. ഓക്കെ, നമ്പർ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം ബ്രാഞ്ചിന് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്ട്രക്ചറിലും സെക്കൻഡ് ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബ്രാഞ്ചുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആയിട്ട് വരും. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മീഥൈൽ CH3 മാത്രമാണെങ്കിൽ അതിനെ മീഥൈൽ എന്നാണ് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാണ് പറയുന്നത്. ഫസ്റ്റ് CH3 ആണെങ്കിൽ അത് മീഥൈൽ, CH2CH3 ഈസ് കോൾഡ് ഈഥൈൽ ആൻഡ് CH2CH2CH3 ഈസ് പ്രൊപ്പൈൽ. സോ ഈ മൂന്നെണ്ണം നമ്മൾ പഠിച്ചിരിക്കുക. അത് ഒരു 4 കാർബൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? എത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൽ. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വേർഡ് റൂട്ട് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൈൽ ചേർത്താൽ മതി. മ്യൂതൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ. ഓക്കെ, ദെൻ എങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൽ കൊടുത്തതുപോലെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ദെൻ ബ്രാഞ്ച് ആൻഡ് വേർഡ് റൂട്ട് പ്ലസ് ഐ. ഓക്കെ, ദെൻ ഒരു അടുത്ത ഫിഗർ അതുപോലെ തന്നെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിലുള്ളത് CH3 CH2 CH2 CH3 CH3. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പറിങ് കിട്ടുന്ന രീതിയിൽ വേണം ബ്രാഞ്ചിന് നമ്മൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ നോക്കുക. ഇവിടെ 1 2 റൈറ്റ് സൈഡിൽ നിന്ന് 1 2 കൊടുക്കുമ്പം മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയായിരിക്കും ശാഖയുടെ അതുപോലത്തെ മീൻസ് ബ്രാഞ്ചിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ മെയിൻ ചെയിനിലെ കാർബണിന്റെ നമ്പർ എന്ന് പറയുന്നത് 5. വേർഡ് റൂട്ട് ഈസ് പെന്റ് ആൻഡ് സഫിക്സ് ഈസ് പെന്റൈൻ. ടോട്ടൽ IUPAC name is 2-methyl pentane. Okay, last one is some compounds are given. First one is the total number of carbon in the main chain is 6, and second one is 4. Third one is again 6, and the structure is different from the other compounds. So the longest chain consider ചെയ്യുന്നത് കൊണ്ടാണ് എത്ര 6 കാർബൺ നമുക്ക് കിട്ടുന്നത് അല്ലേ. സ്ട്രെയിറ്റ് തന്നിരിക്കുന്നത് മാത്രമാണെങ്കിൽ ജസ്റ്റ് 4 എണ്ണം ഉണ്ടാവുകയുള്ളൂ. 5 ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് 6 കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്രാഞ്ച് ആയി വരുന്നത് മൂന്നാമത്തെ കാർബണിൽ ഒരു CH3, അതായത് മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ കൺസിഡർ ചെയ്യുന്നത് ലോങ് ചെയിൻ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, നാലാമത്തെ കോമ്പൗണ്ടിൽ 5 കാർബൺസ് ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. ഓക്കെ, ദെൻ ബ്രാഞ്ചിന്റെ പേര് ഫസ്റ്റ് വൺ മീഥൈൽ, ദെൻ സെക്കൻഡ് ഓൾസോ മീഥൈൽ, third also methyl, and last one is ethyl. And branch name, branch ന്റെ പൊസിഷൻ second, and second compound ൻ്റെതും second ആണ്. Then third 3 and fourth again 3. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ പേര് IUPAC name എന്ന് പറയുന്നത് 2-methyl hexane, and second 2-methyl butane, and third 3-methyl hexane, and fourth one 3-ethyl pentane. Okay, thank you.